തവയിൽ വെച്ചിട്ട് ഈ ഒരു അടി അടിക്കുമ്പോൾ തന്നെ ഏതാ സ്പോട്ടെന്ന് കാസർഗോഡ് കണ്ണൂരിലവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് അവിടെ മുകളായും അതുപോലെ തന്നെ തവ ചിക്കൻ. ഫസ്റ്റ്ലി കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കച്ചും ദേപൂരിയും കൊണ്ടുവരും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. കച്ചിലോടെ സ്പെഷ്യലി ആ മുളകിട്ട മസാലയാണെങ്കിൽ ദേപൂരിയും പാനിപ്പൂരിയും തുടങ്ങി ഉപ്പിലിട്ടതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ റമദാനെ ട്രെൻഡിംഗ് ആക്കി ലോഡർ ലൈസ് ഫസ്റ്റ്ലി ഇൻട്രോഡ്യൂസ് ചെയ്തത് ഇവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്തൊക്കെ മറക്കണം. ഇവിടെ പോവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോക്കേണ്ട വേറൊരു ഐറ്റം ആണ് ഇവിടെ തവ മുകളായി മന്തി. ആ സ്പൈസി ആയിട്ടുള്ള മുകളായിലേക്ക് മയോണീസ് വെച്ച് ആ റൈസിനും കൂടി ഒരു പിടുത്തം പിടിക്കണം. എന്റെ മോനെ എന്താ പാങ്ങ്. അപ്പം പൊളിച്ചത് ചിക്കൻ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ബീഫിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഹോണസ്റ്റ്ലി ഞാൻ ചിക്കനിൽ കഴിച്ചതിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ബീഫിൽ കഴിച്ചതായിരുന്നു. സെറ്റ് സാധനം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ കിഴി ബിരിയാണി കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളി തന്നെയായിരുന്നു. ന്യൂലി ഇൻട്രോഡ്യൂസ് ചെയ്ത ബിരിയാണി ഷെയ്ക്കും മലായ് സർബത്തും ലാൽ മഹലും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാൽ മഹലായിരുന്നു എന്റെ ഫേവറേറ്റ്. ഈ ഒരു സ്പോട്ടിൽ മാത്രം കിട്ടുന്ന വേറെ ഐറ്റം ആണ് ഇളനീർ പൊട്ടിത്തെറിച്ചും ജെല്ലി വിത്ത് ചൈനയും. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഡൈനിങ്ങിന്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് അകത്തും പുറത്തായിട്ടും നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മുഹബത്ത് ഖാൻ സുലൈമാനെയും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പുലർച്ചെ 4 മണി വരെ സ്ട്രീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് തൃക്കരിപ്പൂർ അളമ്പച്ചിയുള്ള ഡി കഫേ.